യുവാവ് ചെയ്ത അശ്രദ്ധമായ ഒരു പ്രവൃത്തിക്ക് പകരമായി നൽകേണ്ടി വന്നത് സ്വന്തം ജീവനോടൊപ്പം ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ കൂടിയാണ്. പൂരം കാണാനായി എത്തിയ അച്ഛന്റെയും കുഞ്ഞിന്റെയും മരണവാർത്ത അങ്ങേയറ്റം ഹൃദയഭേദകമാണ്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു ദുരന്ത വാർത്തയായിരുന്നു ഇന്ന് ഒറ്റപ്പാലത്തു നിന്നും പുറത്തു വന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് അവിടെ ഇല്ലാതായത് 2 ജീവനുകളാണ്. 28 വയസ്സുള്ള ഒരു യുവാവും അയാളുടെ 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമാണ് അതിദാരുണമായി മരണപ്പെട്ടത്. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം കാണാൻ വേണ്ടി ലക്കിടിയിലുള്ള ബന്ധുവീട്ടിലേക്ക് എത്തിയതായിരുന്നു ആലത്തൂർ കിഴക്കഞ്ചേരി കാരപ്പാറ സ്വദേശിയായ പ്രഭുവും കുടുംബവും. അവിടെ കാളവേല നടക്കുന്നത് കാണാൻ വേണ്ടി കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് പ്രഭു പോയത്. വാദ്യഘോഷങ്ങളുടെ വലിയ ഒരു ശബ്ദം തന്നെ അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് കാളവേല നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനു വേണ്ടി ലക്കിടി ഗേറ്റിന് സമീപമുള്ള റെയിൽവേ പാളം മുറിച്ചു കടക്കുകയായിരുന്നു പ്രഭു. കുഞ്ഞിനെ എടുത്തുകൊണ്ട് പ്രഭു ആദ്യത്തെ ട്രാക്ക് മുറിച്ചു കടക്കുകയും രണ്ടാമത്തെ ട്രാക്ക് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊടുന്നനെ ട്രെയിൻ വന്ന് ഇടിക്കുകയുമായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ 2 പേരുടെയും മരണം സംഭവിച്ചിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. തലക്കേറ്റ ഗുരുതരമായ ക്ഷതമാണ് പ്രഭുവിന്റെ മരണത്തിന് കാരണമായത്. ഇടിയുടെ ആഘാതത്തിൽ പ്രഭുവിന്റെ കയ്യിൽ നിന്നും തെറിച്ചു വീണ പരിക്കേറ്റാണ് കുഞ്ഞ് മരണപ്പെട്ടിട്ടുള്ളത്. പാളം മുറിച്ചു കടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ട്രെയിൻ വന്നത് കാണാതെ പോയതാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ ഒറ്റപ്പാലത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലക്കിടി ഗേറ്റിനടുത്ത് സമാനമായ മറ്റൊരു അപകടം കഴിഞ്ഞ ചൊവ്വാഴ്ചയും നടന്നിരുന്നു. ഇത്തരത്തിൽ പാളം കുറുകെ കടക്കുന്നതിനിടെ ട്രെയിനിടിച്ച് അപകടത്തിൽപ്പെടുന്നവരുടെയും മരിക്കുന്നവരുടെയും എണ്ണത്തിൽ വൻ വർധനയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ റെയിൽവേയുടെ നിയമപ്രകാരം പാളത്തിൽ അതിക്രമിച്ച് പ്രവേശിക്കുന്നത് 6 മാസം വരെ തടവും 1000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഇതുകൂടാതെ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ പോലും നമുക്ക് ലഭിക്കില്ല. കൂടാതെ ഇത്തരം അപകടത്തിന് റെയിൽവേ ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരം തരികയില്ല എന്ന് മാത്രമല്ല, ഇതിന് കാരണക്കാരായ ആളുകളുടെ പേരിൽ ഒരുപക്ഷെ കേസെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. പാളം മുറിച്ചു കടക്കുന്നത് അനുവദനീയമല്ലെങ്കിൽ പോലും പലപ്പോഴും ആളുകൾക്ക് അത് മുറിച്ചു കിടക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പാളം മുറിച്ചു കടക്കാനായി ശ്രമിക്കുക. നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.